ജപ്പാനിൽ അർത്ഥവത്തായ 3 കാര്യങ്ങളുണ്ട്, പക്ഷെ മറ്റെവിടെയുമില്ല. ഒന്നാമതായി, ജപ്പാനിൽ സ്നീക്കറുകൾ എളുപ്പത്തിൽ കഴുകാൻ പ്രത്യേക മെഷീനുകളുണ്ട്. നിങ്ങളുടെ സ്നീക്കറുകൾ അകത്ത് വയ്ക്കുക, പണമടയ്ക്കുക, ഒരു ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സ്നീക്കറുകൾ ശരിയായി വൃത്തിയാക്കാൻ മെഷീൻ യാന്ത്രികമായി ഡിറ്റർജന്റ് ചേർക്കുന്നു. സ്നീക്കറുകൾ ഉണക്കാൻ ഒരു ഡ്രോ ഫയറും ഉണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ സ്നീക്കറുകൾ വൃത്തിയാക്കി ധരിക്കാൻ തയ്യാറാകും. അടുത്തതായി, ജപ്പാനിൽ നിങ്ങൾ ഒരു ജന്മദിന കേക്ക് വാങ്ങുമ്പോൾ അവർ നിങ്ങൾക്ക് സൗജന്യ മെഴുകുതിരികളും ഒരു മനോഹരമായ ചെറിയ കേക്ക് കത്തിയും നൽകുന്നു. എന്നാൽ കാത്തിരിക്കൂ, കൂടുതലുണ്ട്. നിങ്ങൾ കത്തിയുടെ അടിഭാഗം തുറന്നാൽ അതിനുള്ളിൽ മാച്ച് സ്റ്റിക്സുകൾ ഉണ്ട്. കത്തിയുടെ വശം ഉപയോഗിച്ച് നിങ്ങൾക്ക് അവ കത്തിക്കാം. വളരെ സൗകര്യപ്രദവും ചിന്തനീയവുമാണ്. നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക. അടുത്തതായി, ജപ്പാനിൽ സാധാരണ കോക്കയെ ഒരു സ്ലഷിയാക്കി മാറ്റുന്ന വെൻഡിംഗ് മെഷീനുകൾ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ പണം തിരുകുക, ഒരു സൂപ്പർ തണുത്ത കുപ്പി താഴേക്ക് വീഴുന്നു. ആദ്യം ഇത് ഒരു സാധാരണ കോക്ക് പോലെ കാണപ്പെടുന്നു, പക്ഷേ പെട്ടെന്ന് വളച്ചൊടിച്ചാൽ ദ്രാവകം തൽക്ഷണം മിനുസമാർന്നതും ഐസി സ്ലഷിയുമായി മാറുന്നു. അവസാനമായി, ജപ്പാൻ വളരെ ശുചിത്വമുള്ളതാണ്, കാരണം നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് ഒരു ക്യാനിൽ നിന്ന് ഗം എടുക്കുന്നതിന് പകരം ചില ബ്രാൻഡുകളിൽ ഒരു ബിൽറ്റ് ഇൻ ഡിസ്പെൻസർ ഉണ്ട്. അത് ബാക്കിയുള്ളതിൽ തൊടാതെ തന്നെ ഒരു കഷണം എടുക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ഗം വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ അത് തികഞ്ഞതാണ്.